ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത് പഹൽഗാം ആക്രമണത്തിനുള്ള മറുപടി. രാജ്യം നീതി നടപ്പാക്കി സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിനുള്ള മറുപടി. 9 ഭീകര കേന്ദ്രങ്ങളെ തകർത്തു. ബുധനാഴ്ച പുലർച്ചെ 1:05-നും 1:30-നും ഇടയിലാണ് രാജ്യം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. പാകിസ്ഥാനിലെ പ്രധാന തീവ്രവാദ ക്യാമ്പുകൾ 21 എണ്ണമാണ്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ നടപടി. ലക്ഷ്യം തിരഞ്ഞെടുത്തത് സാധാരണക്കാരെ ബാധിക്കാതെയാണെന്നും സൈന്യം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് സംയുക്ത സേന മണിക്കൂറുകൾക്കകം വാർത്താ സമ്മേളനം നടത്തി. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദമായി രാജ്യത്തോട് വിശദീകരിച്ചത്. ആക്രമണത്തിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. കൃത്യമായ തെളിവുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാത്ത വിധമുള്ള ആക്രമണം ഉറപ്പാക്കും വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിച്ചു. രാജ്യചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ ഉദ്യോഗസ്ഥർ സൈനിക നീക്കം വിശദീകരിക്കുന്നത്. 18 से 25 किलोमीटर दूरी पर है. 2008 के मुंबई हमले के आतंकी भी यहीं से प्रशिक्षित हुए थे. अजमल कसब व डेविड हेडली भी यहाँ ट्रेन हुए थे. आगे दूसरा आया. टारगेट 10 हुआ. एंक्लोजर सेम ही है. 7 इट इज हिट द टारगेट. हाँ हाँ. आ गया सर. इम्पैक्ट. मरकज सुभान अल्लाह भावलपुर ये इंटरनेशनल बाउंड्री से 100 किलोमीटर दूर है. जैश ए मोहम्मद का मुख्यालय था. यहाँ पर रिक्रूटमेंट, ट्रेनिंग व इंडॉक्ट्रिनेशन का केंद्र भी था. शीर्ष आतंकी अक्सर यहाँ आते थे. मैं आप सबको बताना चाहती हूँ कि Tour was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. Over the last 3 decades, Pakistan has systematically built terror infrastructure. It is a complex web of recruitment and indoctrination centers, training areas for initial and refresher courses, and launch pads for handlers. These camps are located both in Pakistan as well as Pakistan-occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhagalpur to the south. इन लक्ष्यों का चयन विश्वसनीय इंटेलिजेंस सूचनाओं के आधार पर हुआ ताकि आतंक गतिविधियों की रीढ़ तोड़ी जा सके और यह खास ध्यान दिया गया कि निर्दोष नागरिकों और सिविलियन इंस्टॉलेशन को नुकसान न पहुंचे. The selection of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. मरकज सुभान अल्लाह भावलपुर ये इंटरनेशनल बाउंड्री से 100 किलोमीटर दूर है. जैश ए मोहम्मद का मुख्यालय था. यहाँ पर रिक्रूटमेंट, ट्रेनिंग व इंडॉक्ट्रिनेशन का केंद्र भी था. शीर्ष आतंकी अक्सर यहाँ आते थे.
मैं आप सबको बताना चाहती हूं कि किसी भी सैन्य ठिकाने का निशाना नहीं बनाया गया और अभी तक किसी तरह की नागरिक क्षति की रिपोर्ट नहीं है। പഹൽഗാമിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ തന്നെയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. പെഹൽഗാമിലേത് പൈശാചിക ആക്രമണം, അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയാണ് നൽകിയത്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ വർഗീയ സംഘർഷം കൂടി ലക്ഷ്യം വെച്ചുവെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ ചെയ്ത എല്ലാ വിദേശ യാത്രയും റദ്ദാക്കി. 13 മുതൽ 17 വരെ നടത്താനിരുന്ന വിദേശ യാത്രകളാണ് പ്രധാനമന്ത്രി റദ്ദാക്കിയത്. ക്രൊയേഷ്യ, നോർവേ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നടത്താനിരുന്ന സന്ദർശനങ്ങളാണ് റദ്ദാക്കിയത്. സേനയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർത്ത ഇന്ത്യൻ സേനയിൽ അഭിമാനിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. അതിനിടെ പഹൽഗാം ആക്രമണത്തിന് മറുപടിയുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധനീക്കമാണെന്ന് പാകിസ്ഥാൻ. ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈന്യവും. അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചാണ് ഇന്ത്യയുടെ നടപടിയെന്നും പാകിസ്ഥാൻ. മലയാളം പൾസ്.